Hi all, good morning. എല്ലാവരും LPSA UPSCയുടെ പഠനം സ്റ്റാർട്ട് ചെയ്തോ? അപ്പോൾ LPSCയുടെ UPSCയുടെ പഠനത്തിൽ സ്റ്റാർട്ട് ചെയ്യാനും ആദ്യമായി എഴുതാൻ പോകുന്നതും ഒരുപാട് പേരുണ്ട്, എനിക്കറിയാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഇനി എഴുതിയവരും കണ്ടാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താണ് വീഡിയോയിൽ എനിക്ക് പറയാനുള്ളതെന്ന് അറിയാമോ? ആദ്യമായി പഠിക്കുന്നവരോട് കുറച്ച് കാര്യങ്ങളാണ്. ആദ്യമായി പഠിക്കുന്നവരോട് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പോർഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇൻട്രാക്റ്റീവായിട്ട് പോകാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആദ്യം എനിക്ക് പറയാനുള്ളത്, LPSA UPSA പരീക്ഷയ്ക്ക് ഒരു സിലബസ് ഉണ്ട്. നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റിലുമുണ്ട്, competitiveCracker.com എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ ഒരു സിലബസ്. അപ്പോൾ സിലബസ് ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ LPUP കമ്മ്യൂണിറ്റി ഉണ്ട്, ഞാൻ താഴെ പിൻ ചെയ്തിരിക്കാം, എളുപ്പമാണ്. അതിൽ ഞങ്ങൾ സിലബസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ സിലബസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്നതും അറിയാത്തതുമായ കുറേയധികം പോർഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ പോർഷൻസിനെ സിലബസിനെ ബേസ് ചെയ്ത് ഒന്നിങ്ങനെ പോയി രണ്ടിങ്ങനെ കറങ്ങി മൂന്നാമത്തെ പേജ് പോകാനുള്ള സമയമില്ല നമുക്ക്. നമ്മളെപ്പോഴും മത്സര പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പം അതിനൊരു സ്ട്രാറ്റജി ഉണ്ട്. അതായത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യുന്ന ചില വിഷയങ്ങളുണ്ടാകും, മാർക്ക് കുറവാക്കാനായിട്ട് സഹായിക്കുന്ന ചില സബ്ജക്റ്റുകളുണ്ടാകും. ഫോർ എക്സാമ്പിൾ, നമുക്ക് മാർക്ക് എപ്പോഴും സേഫ് സൈഡിൽ പറയുന്ന കുറച്ച് സബ്ജക്റ്റുകളിൽ ഞാൻ പെടുത്തുന്നത് നമ്മുടെ മലയാളം, ഇംഗ്ലീഷ്, അതോടൊപ്പം തന്നെ മാത്സ് എന്നിവയാണ്. എന്താണ് ഈ സബ്ജക്റ്റുകളുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സബ്ജക്റ്റുകൾ നമുക്കറിയാൻ പറ്റും, ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കിട്ടുകയാണെങ്കിൽ ഇത് ഉറപ്പിക്കാം മാർക്ക്. ഒരു രീതിയിലും ഒരു നെഗറ്റീവ് മാർക്ക്, അറിയത്തില്ലാത്തവർക്ക് നെഗറ്റീവ് മാർക്കിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുമില്ല. അതും അതിൻ്റെ ക്വസ്റ്റ്യൻ പൂൾ വലുതാണ്, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പരിശീലിക്കാൻ സാധിക്കും. ഉറപ്പിച്ച് പഠിക്കേണ്ട 3 വിഷയങ്ങളാണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അപ്പം നമ്മൾ എന്താ സിലബസിനെ ആദ്യം നിങ്ങൾ സിലബസിലെ ഹിസ്റ്ററി തീർത്ത്, ജോഗ്രഫി തീർത്ത്, സയൻസ് തീർത്തിട്ട് മാത്സ് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാർക്ക് കിട്ടില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഡെയിലി മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്ന പോർഷനിൽ നിങ്ങൾ പരിഗണന കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? കാരണം നമുക്കറിയാം ചില പ്രാവശ്യമൊക്കെ ഈ സയൻസ് വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, ചിലപ്പം കെമിസ്ട്രി മാത്രമായിട്ട് 3 മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ നൽകും. പക്ഷെ ചിലപ്പം കെമിസ്ട്രി മാത്രമായിട്ടൊക്കെ ചോദിച്ചു കളയും. സൈക്കോളജിയിൽ അപ്പം വലിയ തിയറീസൊക്കെ നമ്മൾ കേൾക്കാത്തത് ചോദിക്കും. ചിലപ്പോൾ പെഡഗോഗി മാത്രമായിട്ടായിരിക്കും വരുന്നത്. പക്ഷേ ഈ ഒരു 3 പോർഷൻ ഏത് മത്സര പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഉറപ്പാക്കാവുന്ന പോർഷൻസാണ്. അതുകൊണ്ട് തന്നെ ആദ്യം സിലബസിനകത്ത് ഈ 3 വിഷയങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതിന് കൃത്യമായ ഡെയിലി പ്രാക്ടീസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, സിലബസ് ഞാൻ പറഞ്ഞു, നമുക്ക് ആദ്യം ഹിസ്റ്ററി തുടങ്ങുന്നു. അപ്പോൾ കേരള ഹിസ്റ്ററി ആയിരിക്കും. അതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്? നമ്മുടെ കയ്യിൽ ഒരു റാങ്ക് ഫയൽ ഉണ്ട്, അതിനെ ഇങ്ങനെ മറിച്ച് നോക്കിയാൽ മാത്രം മതിയോ? ഇതാണ് ഡൗട്ട്. ഒരിക്കലും ഹിസ്റ്ററി പഠിക്കേണ്ടത് അങ്ങനെയല്ല. നമുക്ക് റിസോഴ്സസ് വേണം, വായിക്കാൻ രസകരമായ റിസോഴ്സസ് വേണം എന്ന് വിചാരിച്ച് ഇത് മുഴുവനായും കാട് കയറി വായിച്ച് മാത്രം സമയം കളയരുത്. കാരണം കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത് KS നമ്മൾ പഠിപ്പിക്കുന്നതാണ്. നമ്മൾ LDക്കും പഠിപ്പിക്കും, LGSനും പഠിപ്പിക്കും, LPUPക്കും പഠിപ്പിക്കും. ഇവയിലെല്ലാം പല കാറ്റഗറിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കുമ്പം ഒരു ടൈം ലിമിറ്റ് ആദ്യം വെക്കുക. ഇത്ര നാൾ കൊണ്ട് ഞാൻ കേരള ഹിസ്റ്ററി തീർക്കും, എന്നിട്ട് വേണം പഠിച്ചു തുടങ്ങാൻ. അപ്പോൾ പഠിച്ചു തുടങ്ങുമ്പോൾ എന്തായിരിക്കണം നോക്കേണ്ടത്? നോക്കിക്കേ, നമുക്കിപ്പോൾ ഏറ്റവും ഹിസ്റ്ററി പഠിക്കുമ്പോൾ പ്രയാസമുണ്ടാകുന്ന ഏരിയ എന്തൊക്കെയാണ്? വർഷങ്ങൾ മറന്നു പോകുന്നു, ഇതിനെ ഓർത്തെടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പം ഞാനിവിടെ വെറുതെ കുറച്ച് പോർഷൻസ് എഴുതിയേക്കുക. കേരളത്തിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് വർഷങ്ങൾ. അപ്പോൾ വർഷങ്ങൾ പഠിക്കുമ്പം പുതിയ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ എന്തും പഠിക്കണം, തീയതിയും കൂടെ പഠിക്കണം. ഒരു ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയിലെ സംഭവങ്ങൾ നമുക്ക് ഓർക്കാൻ പറ്റും. നമ്മൾ മനുഷ്യരാണ്, പലവിധ കാര്യങ്ങൾ മറന്നു പോകും. ഇതുപോലെ തന്നെയാണ് വർഷങ്ങളും നമ്മൾ മറന്നു പോകും. ചെയ്യേണ്ടത് ഓർഡറിൽ പഠിക്കുക, റിപ്പീറ്റ് ചെയ്ത് വായിക്കുക, ഡേറ്റ് മാത്രമായിട്ടൊന്ന് ഓർത്ത് വെക്കുക, ബുള്ളറ്റ് പോയിന്റ്സിലാക്കി നോട്ട് വെക്കുക. ശരിക്കും ഹിസ്റ്ററി പഠിക്കാൻ പറ്റും. നോക്കിക്കേ, ഇതൊരു ബുള്ളറ്റ് പോയിന്റ് ആണ്. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം.
ഇത്രയും മതി നോട്ടിനകത്ത്. ഇനി എന്തുകൊണ്ട് കേരളത്തിൽ അതിൻ്റെ റെലവൻസ് എന്താണ്? ഇതാണ് PYQ. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? PYQ ആണ്. ആൻസറിലോട്ട് പോയി. ആറ്റിങ്ങൽ കലാപം. ആരായിരുന്നു ആ സമയത്ത് ഭരിച്ചത്? ആദിത്യവർമ്മയാണ്. ഏത് രാജവംശം? വേണാട് ഭരണാധികാരി. ഇനിയും അവിടെ അടുത്തത് ഏറ്റവും ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ്, ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ത്? ഒരു വേണാട് ഉടമ്പടി വന്നു. ഏത് വർഷം? 21-ൽ സമരം, 23-ൽ വേണാട് ഉടമ്പടി വന്നു. ആരും തമ്മിൽ എന്താണ്? ആ സമയത്ത് മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും തമ്മിലായിരുന്നു എന്ത്? നമ്മുടെ ഉടമ്പടി വന്നത്. അപ്പോൾ വേണാടിലെ ഭരണാധികാരി ആരായിരുന്നു? ഇവിടെ ആറ്റിങ്ങൽ കലാപം കഴിഞ്ഞ ശേഷം ഒരു വേണാട് ഉടമ്പടി വരുന്നുണ്ട്. വേണാട് ഉടമ്പടിയിൽ ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയും, അല്ലെ, മാർത്താണ്ഡവർമ്മ മഹാരാജ്, തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അലക്സാണ്ടർ ഓമും തമ്മിലായിരുന്നു, അല്ലെ. അപ്പൊ ഉടമ്പടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടമ്പടി, ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് ബുള്ളറ്റ് പോയിന്റ്സിൽ മാത്രം എഴുതി നിങ്ങൾ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റഡി മെറ്റീരിയൽ എപ്പോഴും പ്രയോജനകരമാകും. നോക്കിക്കേ, അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഞാനൊരു ഓർഡറിൽ 1721 ഏപ്രിൽ 15. ഇനിയും ശ്രീരംഗപട്ടണം സന്ധി, ഇതും PYQ ആണ്. നമ്മൾ പഴശ്ശി കലാപമൊക്കെ പഠിക്കുമ്പോൾ ഈ ഒരു പേര് അവിടെ വരും. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കുന്നതിന് കാരണമായ ഉടമ്പടി ഏത്? ഇതാണ് PYQ. അപ്പോൾ ശ്രീരംഗപട്ടണം ഉടമ്പടി 1792, അല്ലേ. അടുത്തത് അത് കഴിഞ്ഞ് 92 കഴിഞ്ഞു. അത് കഴിഞ്ഞ് 93, 97 കാലഘട്ടത്തിൽ ഒരു ആദ്യത്തെ പഴശ്ശി വിപ്ലവം, രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം 1800, 1805. നിങ്ങൾക്ക് ഇതിനു മുമ്പും ഒക്കെയുള്ള ഏത് ഓർഡറിലും ഇത് നിങ്ങൾക്ക് ഇത് എഴുതാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പഠിച്ചു വെക്കുക. നോക്കിക്കേ, ഇവിടെ ഒരു കാരണമുണ്ട്. ഈ കാരണം SCERTയിലെ കാരണമാണ്. അപ്പോൾ SCERTയിൽ ഉണ്ട് എങ്കിൽ അത് കാരണം സഹിതം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാം. അതല്ല എങ്കിൽ ആഡ് ചെയ്ത് ബുക്കിലേക്ക് വെക്കാം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ. പഴശ്ശി വിപ്ലവം അധികം പോയിന്റ്സും ഉണ്ട്. അതൊക്കെ മിക്ക റാങ്ക് ഫയലുകളിലും ഉണ്ട്. നിങ്ങളുടെ നോട്ട് റാങ്ക് ഫയല് പകർത്തി എഴുതുക എന്നുള്ളതല്ല, മേക്ക് യുവർ ഓൺ നോട്ട്സ്, സ്റ്റഡി നോട്ട്സ് ആണ് ഞാൻ പറയുന്നത്. പുതുതായി പ്രിപ്പയർ ചെയ്യുന്നവർ ആദ്യം മുതൽ തന്നെ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്റ്റഡി നോട്ട്സ് സബ്ജക്റ്റ് വൈസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ പേപ്പറിൽ എഴുതി കളയുക, അല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് എഴുതുക, ഇങ്ങനെ ഉണ്ടാവരുത്. സിസ്റ്റമാറ്റിക് ആയിട്ട് ആദ്യം മുതലേ തുടങ്ങുക. അതിനകത്ത് കൂടുതലും PYQ ബേസ്ഡ് ആയിരിക്കണം ഫാക്ട്സുകൾ എഴുതേണ്ടത്. ഇതിനിടയ്ക്ക് ഒരു സ്പേസും കൊടുക്കണം. ഈ നോട്ട്സിനിടയ്ക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത് നമുക്കിവിടെ എഴുതി വെക്കാൻ പറ്റും. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ്, രണ്ടാം പഴശ്ശി വിപ്ലവമാണ്. വയനാട് പിടിച്ചെടുത്തതാണ് അതിൻ്റെ കാരണം. എന്താണ്? മരിച്ചു. പഴശ്ശി രാജാവ് മരിക്കുന്നതോടുകൂടി രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് അന്ത്യം കുറിക്കുകയാണ്. അപ്പോൾ മരിച്ച ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ് സഹിതമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, ചെക്ക് ചെയ്യുക. ഓക്കെ. ഇനി നോക്കിക്കേ, അടുത്തത് വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകൾ. കുണ്ടറ വിളംബരം, അല്ലെ, കുറിച്യർ കലാപം. കണ്ടോ, 9-ലാണ് കുണ്ടറ വിളംബരം വരുന്നത്. ഡേറ്റ് സഹിതമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇനിയും എന്നാണ്, കൊല്ലവർഷം എന്ന് നടന്നു എന്നും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇളമ്പല്ലൂർ ക്ഷേത്രവും വേലിത്തമ്പി ദളവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. അപ്പൊ ആ നോട്ടൊക്കെ ഞാൻ അവിടെ കൊടുത്തു. ഇനി കുറിച്യർ കലാപം, കുറിച്യർ കലാപത്തിൽ എവിടെ നടന്നു? ഗോത്രവർഗ കലാപമാണിത് വരുന്നത്. കുറിച്യർ, കുറുമ്പർ എന്ന വിഭാഗങ്ങളാണ് പങ്കെടുത്തത്. കുറിച്യർ കലാപം നടന്നതിനകത്ത് ഒരു സ്ലോഗനുണ്ട്. എന്താണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അപ്പം വേണമെങ്കിൽ ചേരുംപടിയൊക്കെ ചേർക്കുമ്പോൾ എന്ത് ചോദിക്കാം? സ്ലോഗൻസ് മാത്രമായിട്ട് ചോദിക്കാം, ഓരോന്നിൻ്റെയും. മനസ്സിലായോ? ഇനിയും അടുത്ത എന്താണ്? ആരോഹണക്രമത്തിൽ എഴുതുക, അവരോഹണക്രമത്തിൽ വർഷങ്ങൾ അറേഞ്ച് ചെയ്യുക. അതൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ ഇവിടെ ഇങ്ങനെ ഒരു ടേബിൾ പോലെ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഉപകാരപ്രദമാകും. അപ്പം ഞാൻ ആദ്യത്തെ പോയിന്റ് പറഞ്ഞ് ഹിസ്റ്ററി എങ്ങനെ പഠിക്കാം, ഇത് തന്നെയാണ് നിങ്ങൾക്ക് എന്തിലും വേണ്ടത്. ജോഗ്രഫി ആയാലും അടുത്തത് എന്താണ്? നമ്മുടെ ഓരോ വിഷയങ്ങൾക്കും ഹിസ്റ്ററി പഠിക്കുന്നതിന് ഇപ്പുറമായിട്ട് നിങ്ങൾ എന്ത് കണ്ടെത്തണം? ഏറ്റവും എളുപ്പം അതിൻ്റെ SCERT പാഠഭാഗങ്ങൾ 5-ലേതുണ്ട്, 6-ലേതുണ്ട്, 7-ലേതുണ്ട്, 8-ലേതുണ്ട്, 9-ലേതുണ്ട്, 10-ലേതുണ്ട്. ബേസിക് ആയിട്ട് ഇത്ര എണ്ണത്തിലെ പഴയ പാഠപുസ്തകങ്ങളും പുതിയ പാഠപുസ്തകങ്ങളും NCERTയിലുണ്ടെങ്കിൽ അതും കളക്ട് ചെയ്ത് വെക്കുക.
കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കറിനോടൊപ്പം ഒന്ന് ചേർന്നാൽ മാത്രം മതി. ഈ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്ത് തന്നെ നമ്മൾ ലഭിക്കുന്നതായിരിക്കും. ഹിസ്റ്ററി എന്തൊക്കെ പഠിക്കണം, ജോഗ്രഫി എന്തൊക്കെ പഠിക്കണം. അപ്പം ഈ ഓർഡറിൽ അങ്ങോട്ട് പഠിച്ചു വരികയാണെങ്കിൽ LPSA UPSAക്ക് സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നതോ റിവിഷൻ ചെയ്യുമ്പോഴോ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത്? എല്ലാ ദിവസവും മിക്സ് ആൻഡ് മാച്ച് ആക്കുക. പഠനം തുടങ്ങുന്ന ഒരു പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പ്രയാസമുള്ള ഒരു വിഷയവും എളുപ്പമുള്ള ഒരു വിഷയവും എടുക്കുക. പിന്നീട് എന്താണ്, ഈ അടുത്ത് പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതുമാവട്ടെ, നിങ്ങളുടെ GK പോർഷൻസ് ഉണ്ടോ, ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. വളരെ ഉപകാരപ്രദമാകും. ഓരോ പാറ്റേണും മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് അത്. അപ്പം നമുക്ക് ഒരേ സബ്ജക്റ്റിലെ പലവിധ ക്വസ്റ്റ്യൻസ് കാണുന്നത് ഭയങ്കര ഉപകാരപ്രദമാകും. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ PYQ കാണണം എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിക്കേ, നിങ്ങളുടെ പോർഷനിലുള്ള INC എന്ന് പറയുന്ന പോർഷനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? ഇതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ. കേളപ്പനാണോ, C ശങ്കരൻ നായരാണോ, KP കേശവമേനോനാണോ, പട്ടം താണുപിള്ളയാണോ? നമുക്കറിയാം C ശങ്കരനാണ് അല്ലെ. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇതേപോലുള്ള ചോദ്യങ്ങളും. അടുത്ത നോക്കിക്കേ, നമ്മുടെ PYQന്റെ പാറ്റേൺ മാറുന്നതാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഈ ചോദ്യമോ ഈ ആൻസറോ പഠിക്കുക എന്നുള്ളതല്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാറ്റേൺ മനസ്സിലാക്കുക. ഇവിടെ ലാഹോർ സെഷന്റെ ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ലാത്തത് തിരഞ്ഞെടുക്കുക എന്നാണ്. ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. കണ്ടോ, ആദ്യത്തെ ചോദ്യത്തിൽ നിന്നും രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്. പലവിധ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറാ, LDC ഉണ്ടാകും, ഡിഗ്രി ഉണ്ടാകും. ഈ ചോദ്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നാളെ വരാൻ പോകുന്ന ചോദ്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കേട്ടോ, ഇതെല്ലാം ഈ ഒരു പോർഷനിലായി. ഇപ്പം ഞങ്ങൾ ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ഒരു പൂളിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ പോർഷനും ഞങ്ങൾ ഇങ്ങനെ നമ്മൾ സേവ് ചെയ്ത് വെക്കും. ഇതേപോലെ തന്നെ കേരള PSCയിൽ ഇഷ്ടം പോലെ, PSCയുടെ റെക്കോർഡിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുവാണോ രണ്ടാമത് പ്രിപ്പയർ ചെയ്യുക, അതൊരു കാര്യമേ അല്ല വിജയത്തിന്. ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മാത്രമാണ് പരീക്ഷ വിധിച്ചിട്ടുള്ളത്. അപ്പം എത്ര തവണ ഒരു പരീക്ഷ എഴുതി, എത്ര തവണ അത് വിജയിച്ചു എന്നുള്ളതൊന്നും കേരള PSCയിൽ ഒരു മാനദണ്ഡമല്ല. അടുത്ത പരീക്ഷയെ നിങ്ങൾ എങ്ങനെയാണോ സമീപിക്കുന്നത് അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഈ പറഞ്ഞ റൂളുകളൊക്കെ മനസ്സിലാക്കി പഠിച്ചു തുടങ്ങിക്കോളൂ. തീർച്ചയായിട്ടും മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്ന് പറയുന്ന വിഷയത്തിന് പ്രാധാന്യം കൊടുത്ത് SCERT മനസ്സിലാക്കി ഓരോ വിഷയത്തിനും സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്ത്, ഏറ്റവും പ്രധാനമായ കാര്യം ആദ്യം മുതലേ പരീക്ഷ എഴുതി ശീലിക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ മാത്രം ആശ്രയിച്ചാൽ നിങ്ങൾ ശരിയാവില്ല. 100 മാർക്കിൻ്റെ പരീക്ഷ നിങ്ങളോടൊപ്പമുള്ള ഒരുപാട് പേരോടൊപ്പം എഴുതി ശീലിച്ചെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ ടീം CC നിങ്ങളോടൊപ്പം ഉണ്ടാകും. LPSA UPSCയുടെ ലോങ് ബാച്ചാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും റാങ്ക്, എല്ലാവർക്കും ജോലി നേടിക്കൊടുക്കാൻ ടീം CCക്ക് സാധിക്കും എന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി ഒരു മികച്ച അധ്യാപക കൂട്ടായ്മയാണ് ടീം CCയിൽ നിങ്ങളെ നയിക്കാനായിട്ട് എത്തുന്നത്. ഞാനും ഉണ്ടാകും. പുതിയ ബാച്ചിൽ നിങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഡിഗ്രിക്ക് പഠിക്കുന്നവരാവട്ടെ, അതോടൊപ്പം തന്നെ ഇപ്പം B.Ed ലാസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഉണ്ടാകും.
ഒക്കെ കേട്ടിട്ട് എഴുതി ഇങ്ങനെ എടുത്തിട്ട് ഇനി നെക്സ്റ്റ് എന്താണ് എന്ന് ചോദിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പഠിച്ചു തുടങ്ങിക്കോളൂ മക്കളെ. LPSA UPSA നിങ്ങൾക്ക് ഉറപ്പാണ് ടീം CCയോടൊപ്പം. ഞാൻ ആ ഒരു കോൺഫിഡൻസിൽ ഇത്രയും പറയുന്നു വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണകളിലെ ഏകദേശം 80%-ലധികം കുട്ടികൾ പല മത്സര പരീക്ഷകൾക്കും ഞങ്ങളിലൂടെയാണ് പഠിച്ചു പോകുന്നത്. ആ ഒരു കോൺഫിഡൻസോടു കൂടിയാണ് ഞങ്ങൾ ഈ തവണയും പരീക്ഷകളിലേക്ക് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് കാണാം. LPSA UPSA പ്രിപ്പയർ ചെയ്യുമ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്? താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പുതിയ വീഡിയോസ് നമുക്ക് അതിനെ ബേസ് ചെയ്ത് ചെയ്യാം. വീണ്ടും കാണാം. നന്ദി.